ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ അഴുക്കുചാൽ വിഷയത്തിൽ കർശന നടപടിയുമായി നഗരസഭ അധികൃതർ. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കെട്ടിടങ്ങളിൽ നിന്ന് മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കുന്നത് കണ്ടെത്തി. മാസങ്ങളായി ദുർഗന്ധം വമിക്കുന്ന മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് കാരണം വലിയ ദുർഗന്ധമാണ് അനുഭവിക്കുന്നത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ അഴുക്കുചാൽ നിർമ്മാണമാണ് പ്രശ്നം. ഏറെ പ്രയാസത്തിലായത് കച്ചവടക്കാരാണ്. ബിൽഡിങ്ങുകളിൽ നിന്നും വരുന്ന മഴവെള്ളം പോകാൻ വഴിയില്ലാത്തതോടെയാണ് വ്യാപാരികളും കടകളിലെത്തുന്നവരും ഒരേപോലെ ദുരിതത്തിലായത്. എന്നാൽ മഴവെള്ളം മാത്രമല്ല, മലിനജലം ഉൾപ്പെടെ പ്രദേശത്ത് കെട്ടിക്കിടക്കുന്നത് ദുർഗന്ധവും വമിക്കുന്നുണ്ട്. മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി പറഞ്ഞു. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഷോപ്പ് ഉടമസ്ഥന്മാരുടെ ആവശ്യപ്രകാരമാണ് ഇന്ന് നഗരസഭ ഭരണസമിതി അംഗങ്ങളും നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം, നഗരസഭാ സെക്രട്ടറി, നഗരസഭയിലെ ആരോഗ്യ വിഭാഗം, അതോടൊപ്പം തന്നെ റോഡ് കോൺട്രാക്ടർമാർ, കിഫ്ബി, KRFB ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത പരിശോധനയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പല സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ഈ ഡ്രെയിനേജ് വഴി പോകുന്നതായിട്ട് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർശനമായി അത് തടഞ്ഞ് അത് ഇല്ലാതാക്കിയത്. എന്നാൽ എല്ലാ ബിൽഡിങ്ങുകളിലും മഴവെള്ളം വളരെ വ്യാപകമായ രീതിയിൽ മഴവെള്ളം വന്ന് അത് പുറത്തേക്ക് ഒഴുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് കച്ചവടക്കാരുടെയൊക്കെ അല്ലെങ്കിൽ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ ഈ പ്രദേശത്തെ ബിൽഡിംഗ് ഓണേഴ്സും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച ചെയ്ത് മഴവെള്ളം പോകാൻ ആവശ്യമായ ഒരു നടപടി സ്വീകരിക്കാമെന്ന് KRFB ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ഇതിൻ്റെ കരാറുകാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം ബിൽഡിങ്ങുകളിൽ നിന്നും വരുന്ന മഴവെള്ളം പോകാൻ സംവിധാനം ഒരുക്കണമെന്നാണ് വ്യാപാരികളുടെയും ബിൽഡിംഗ് ഓണർമാരുടെയും ആവശ്യം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.